പുന്നാര പരട്ട മോളെ, എടി നിനക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നീയൊക്കെ പ്രതികരിക്കണം. ഞാനൊക്കെ അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളതാടി. അന്നേരം ഈ മൊബൈൽ ഫോണും തൂക്കി പിടിച്ചൊന്നും നടക്കല്ല ചെയ്യേണ്ടത്, ആ സ്പോട്ടിൽ പ്രതികരിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഫോണും പിടിച്ച് എല്ലാവരെയും കാണിക്കാം, അതല്ലടി പ്രതികരണം. ഇതൊക്കെ വെറും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിന്റെയൊക്കെ മറ്റെടുത്ത പരിപാടി ഇതൊക്കെ. നിനക്കൊന്നും മാത്രമല്ല ജീവിതം ഉള്ളത്. ഇവിടെ ബാക്കി എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ ഈ മണ്ണി പണിയെടുക്കണം. അതൊക്കെ നീ ആദ്യം മനസ്സിലാക്കണം. ആദ്യം ഇവളുടെ വീട്ടുകാരോട് കൂടി പറയണം. ഇവക്ക് ആദ്യം നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ നോക്ക്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് കുന്തവും കുടച്ചക്ര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും മക്കളെ ഒരിക്കലും പറഞ്ഞു വിടരുത്, പറഞ്ഞ് പഠിപ്പിക്കരുത്. നിനക്കൊക്കെ റീച്ച് കിട്ടണം, നിനക്കൊക്കെ എന്തൊക്കെ ടൈപ്സ് വീഡിയോസ് ഇടാം. എന്തിനാണ് ഇതുപോലുള്ള പാവങ്ങളൊക്കെ ഇട്ട്? എടി, ഈ കാർന്നവരുടെ അത്രയും പ്രായമുള്ള ഒരു അച്ഛനുണ്ടാവില്ലടി നിനക്ക് അതൊന്നും ഓർത്തൂടെടി. ആ മനുഷ്യനെ അതിനകത്ത് എന്താടി കാണിക്കണത്? നീ ആർക്ക് വേണ്ടി ഈ വീഡിയോ ഉണ്ടാക്കി അങ്ങ് ഇട്ടേക്കണത്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? ഇന്നെപ്പോലുള്ള ആൾമാരുടെയൊക്കെ വിചാരം നാട്ടിൽ നടക്കുന്ന ആൾക്കാരെല്ലാവരും മണ്ടന്മാരാണെന്ന് എൻ്റെയൊക്കെ വിചാരം. എടി, നിനക്ക് വൈറലാവണമെങ്കിൽ നിനക്ക് എന്തൊക്കെ തരം മാർഗങ്ങളുണ്ടെടി. നീ ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഉപദ്രവിച്ച് നിന്റെ കഞ്ഞൂടി കൂട്ടാനാണ് നീ നോക്കണത്? എടി, അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു മക്കളൊക്കെ ഉണ്ടാവില്ലേ? നിനക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു കുടുംബം അദ്ദേഹത്തിനും ഉണ്ടാവും. അവിടെ ഒരു ഭാര്യയും പെൺമക്കളും ആൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ടാവും. സത്യം പറഞ്ഞൊക്കെ നിന്റെ പേരിലൊക്കെ കൊണ്ട് ഡയറക്റ്റോടെ കേസ് കൊടുക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ പെൺവർഗങ്ങൾക്ക് അപമാനം വരുത്താനായിട്ട് ഇതുപോലെ ചില ജന്തുക്കളുണ്ട്. റീച്ച് കിട്ടാൻ, അവൾക്ക് വൈറലാവാൻ വേണ്ടിയിട്ട്. ആ പാവം മനുഷ്യൻ അങ്ങനെ എന്താണ് നിന്നോട് ചെയ്തത്? നിനക്ക് നാണമില്ലേടി? നിന്നൊക്കെ പറയേണ്ട പേരെന്നാണ്, വേറെ വല്ല പേരും വിളിക്കണം നിന്നെയൊക്കെ. അതിൻ്റെ വായിൽ വരുന്നുണ്ടേ. പിന്നെ ഇത് പബ്ലിക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തൊന്നും മിണ്ടാത്തത്.